സംസ്ഥാന സ്കൂൾ കലോത്സവം ഒന്നാം വേദിയായ MT നിലയിൽ ജനുവരി 4 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി 4 തിരുവനന്തപുരത്ത് തിരിതെളിയും. രാവിലെ 9 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ റാണി ജോർജ് സ്വാഗതം ആശംസിക്കും. മന്ത്രിമാരായ GR അനിൽ, K. രാജൻ, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാലൻ തുടങ്ങിയ മുഖ്യാതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലായാണ് മത്സരം നടക്കുക. കലോത്സവത്തിൻ്റെ രജിസ്ട്രേഷൻ തിരുവനന്തപുരം SMV ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 3 രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 7 കൗണ്ടറുകളിലായി 14 ജില്ലകൾക്കും പ്രത്യേകം രജിസ്ട്രേഷൻ കൗണ്ടറുകളും ഹെൽപ്പ് ഡെസ്കുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എത്തിച്ചേരുന്ന മത്സരാർത്ഥികളെ കൗണ്ടറിലേക്കും താമസ സ്ഥലത്തേക്കും ഭക്ഷണപന്തലിലേക്കും എത്തിക്കാൻ ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ വാഹനങ്ങളിലും പ്രത്യേക കോഡുകളോടുകൂടിയ സ്റ്റിക്കറുകൾ പതിപ്പിക്കും. 25 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. വേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ മത്സരങ്ങൾ തത്സമയം പ്രക്ഷേപണം നടത്തും. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുവാനും കൈറ്റ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മത്സരത്തിൽ A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപ നൽകും. സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതിനോടൊപ്പം നടക്കും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവ മത്സര ഇനങ്ങളാക്കും. മംഗലം കളി, പണിയ നൃത്തം, പാളിയ നൃത്തം, മലപ്പുലയ ആട്ടം, ഇരുള നൃത്തം എന്നിവയാണ് ആ നൃത്തരൂപങ്ങൾ. സംസ്കൃതോത്സവം ഗവൺമെൻറ് മോഡൽ HSS, ഗവൺമെൻറ് മോഡൽ LPS തൈക്കാട് എന്നീ സ്കൂളുകളിലും, അറബിക് കലോത്സവം ശിശുക്ഷേമ സമിതി ഹാൾ തൈക്കാട്, ഗവൺമെൻറ് മോഡൽ HSS തൈക്കാട് എന്നിവിടങ്ങളിലുമായാണ് നടക്കുന്നത്. സംസ്കൃത സെമിനാറുകളും പണ്ഡിത സമാദരണവും അറബിക് എക്സിബിഷനും സംഘടിപ്പിക്കുന്നുണ്ട്. ജനുവരി 8 വൈകിട്ട് 5 മണിക്ക് സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നടക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ടോവിനോ തോമസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കലോത്സവത്തിൽ എത്തിച്ചേരുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വിജയാശംസകൾ.